നമ്മുടെ ഇവിടെയുള്ള പല ആൾക്കാരുടെയും പേരൻസ് ഇവിടെയുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇളം തലമുറയിലേക്ക് അവര് പകർന്നു കൊടുക്കുന്ന ഉണർവ്, സംസ്കാരം, കൾച്ചറ് നമ്മൾ ആരും ഉൾക്കൊള്ളുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ആ ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ ഞാൻ അസിയോട് മാത്രമേ പറയത്തുള്ളൂ, ആ കുട്ടികൾക്ക് ജീവിതത്തില് കിട്ടാവുന്നതിന്റെ പരമോന്നതമായ ഒരു ബഹുമതിയാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവർക്ക് അവരുടെ ഗ്രാൻഡ് പേരൻസ് നൽകുന്നത്. ഒരു പക്ഷേ അവരുടെ ആ സേവനം, അവർ നൽകുന്ന ആ മഹത്വം എല്ലാവർക്കും അതേ സമയത്ത് ഉൾക്കൊള്ളുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ആദരവ് എന്ന ഈ ചടങ്ങില് ഇനിയും ഇവിടെയുള്ള ആർക്കെങ്കിലും പേരൻസ് നാട്ടിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവരെ വിസിറ്റ് വിസ എടുത്ത് കൊണ്ടുവരിക. തീർച്ചയായും നമ്മുടെ കുട്ടികളെ ഒരു ഉത്തമ പൗരന്മാരായി ജീവിക്കുവാന് അല്ലെ പൗരയായി ജീവിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് അതിൽ നിന്നുളവാകുന്നത്. അതിൽ നിന്നുളവാകുന്ന സാമ്പത്തിക നഷ്ടങ്ങളോ മറ്റുള്ള അനിഷ്ട സത്യങ്ങളോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇത് പ്രചോദകമാകുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക്. ഷിജോയുടെ അമ്മ ഇവിടെയുണ്ട്, ഷിജോയുടെ ഫാദർ ഇവിടെ ഉണ്ടായിരുന്നു, വിജോയ്സിന്റെ അമ്മ ഇവിടെ ഉണ്ട്, അതുപോലെ ജോയിയുടെ മദർലോ ഉണ്ട് ഇവിടെ, സിജുവിന്റെ ഫാദറും മദറും ഇവിടെ ഉണ്ട്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ജോണിന്റെ അമ്മ ഇവിടെയുണ്ട്, സാന്ദർഭികമായി ഇവിടെ ഇല്ല എന്ന് മാത്രം. ആദ്യമായി തീർച്ചയായും BCM കോളേജിൽ പഠിപ്പിച്ച് ചിന്നമ്മ തോമസും ഉഴവൂർ കോളേജിൽ പഠിപ്പിച്ച എനിക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ ദുഃഖിക്കുന്നു. ഒരു പക്ഷേ ഇനിയും അന്ന് കോളേജിൽ ഉണ്ടായിരുന്നില്ല, ഞാനും ആ കോളേജിൽ പഠിപ്പിച്ച. അതെ, അതുകൊണ്ട് അവർക്ക് ഈ എളിയ ആരാധകന്റെ അഭിനന്ദനങ്ങളോടൊപ്പം തന്നെ ഒരു ചെറിയ പാരിതോഷികം കൂടെ നൽകുവാൻ സുമയുടെ പ്രസിഡന്റ് ശ്രീ ബിജോ കാരക്കാട്ടിനെ ഞാൻ ക്ഷണിക്കുകയാണ്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 10 വർഷം കൂടി അവന് വേറൊരു പണിയില്ലെന്നാ പറഞ്ഞത്. അടുത്തത് നമ്മുടെ തോമസ് ചേട്ടന്റെ മീൻപിടുത്തത്തിന്റെ കാര്യം പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അത് അന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ അവിടെ ഷിൻഡോയുടെ വീട്ടില് താമസേട്ടന് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തോമസ് ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ആ സാധനം നമുക്ക് തന്നു, ബീച്ചിന്റെ ഒരു പ്രൊഡക്റ്റ്. രണ്ടാമത് അവിടെ ഉണ്ടാക്കിയ കാര്യം കഴിച്ചിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ ഉള്ളിവട നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ തോമസേട്ട പറഞ്ഞു, തോമസേട്ടാ അന്ന് എന്റെ മോന് വരാൻ പറ്റിയില്ല. അപ്പം ഈ ഇവിടെ വരുന്ന പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ ഇന്ത്യൻ ഫുഡ്, കേരള ഫുഡ് എന്നൊക്കെ പറഞ്ഞ അവർക്കൊരു ഒരു ചെറിയ ഉച്ചത്തോടുകൂടി കാണുന്ന ഒരു സംഭവം, ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ ഇത് ആണ് കേരളത്തിന്റെ തനിമയായ ഒരു ഫുഡ് എന്ന് മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടി തന്നെ തോമസ് ചേട്ടനോട് പറഞ്ഞു, എനിക്കൊരു 2-3 എണ്ണം എനിക്ക് കൊത്തി തരണം, ഇത് എനിക്ക് എന്റെ മകന് കൊണ്ട് കൊടുക്കണമെന്ന്. ആ സാധനം കൊണ്ട് കൊടുത്ത് എന്റെ മോനും കഴിച്ചു. അപ്പൊ അങ്ങനെ ഈ തോമസ് ചേട്ടന്റെ ഒരു സ്വതസിദ്ധമായ കഴിവിനോടൊപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാം. തോമസ് ചേട്ടൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒരാളെ കൂടത്തിലുണ്ട്. മേരി ചേച്ചിയാണ്. ചേച്ചി മീൻ പിടിക്കുമ്പോഴും ഹോട്ടൽ ഉണ്ടാക്കുമ്പോഴും സമോസ ഉണ്ടാക്കുമ്പോഴും മെയിനുവട ഉണ്ടാക്കുമ്പോഴും പുറകിന്നൊരു ടച്ചുണ്ട്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ പൊറോട്ട അറിയാൻ കഴിച്ചില്ല. അപ്പൊ അതെ, നമ്മുടെയൊക്കെ കുടുംബിനികളും
ഈ സ്വരുമ ഈ പെണ്ണക്ക് ഈ ടച്ചില്ലത്. അപ്പൊ ഈ ടച്ചുണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് തോമസ് ചേട്ടനെയും മേരി ചേച്ചി ജന്മം കൊണ്ട് ഉഴവൂരാണ്. എന്റെ നാട് കൊണ്ട് തന്നെ എന്റെ നാട്ടിൽ തന്നെയാണ്. ടച്ച് ഇടിയാണോ എങ്ങനെയാണെന്ന് അറിയട്ടെ. ഉപകാരം സ്വീകരിക്കുന്നതിലേക്ക് അവരെ ക്ഷണിക്കുന്നു. ആ ഉപകാരം നൽകുന്നതിലേക്ക് വേണ്ടി ജ്ഞാനായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ജോസ് തേക്ക് നിൽക്കുന്നതിൽ ക്ഷണിച്ചോളുന്നു. മേരി ചേച്ചി ഇടിയാണോ കൊടുക്കണമെന്ന് അറിയട്ടെ. ഇത് എന്താ സാറ് ഈ കുപ്പി പോയതുകൊണ്ട് ഒരു പിടിയില്ലല്ലോ. എന്താ പറഞ്ഞത് ഈ അത്ര പറയണം. അടുത്തതായി നമ്മളിവിടെ ആദരിക്കുന്നത് ഇവിടെ ജോസ് കുഴിയമ്പറമ്പിലും അന്നമ്മ കുഴിയമ്പറമ്പിലും സിജുവിന്റെ പേരൻസ് ആണ്. അവര് നിങ്ങൾ പല സമയങ്ങളിലും പല വേദിയിലും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ തോമസ് ചേട്ടനെ പോലെ തന്നെ നിശബ്ദരായി നോക്കി കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും മറ്റിതര സമൂഹത്തെയും വളരെ വ്യക്തമായി വീക്ഷിച്ചുകൊണ്ട് സമയാസമയങ്ങളിൽ എന്താ അവിടെ കുറവുണ്ട് എന്ന് നോക്കി നമ്മളെ പ്രബുദ്ധരാക്കുന്ന ഒരു പേരൻസ് ആണ്. അവരെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ഉപകാരം കൊടുക്കുന്നതിലേക്ക് വേണ്ടി ശ്രീ മിൽട്ടൺ പടതുരുത്തിയെ ഞാൻ ക്ഷണിക്കുകയാണ്. സഭയുടെ ജനറൽ സെക്രട്ടറി ശ്രീ മിൽട്ടൺ പടതുരുത്തി അത് ഇവിടെ നൽകുന്നതാണ്. എടാ അവിടുന്ന് ഒരു ബോട്ടിലേക്ക് എടുത്തടാ, എന്നൊന്ന് പൊളിച്ചു പോകണം. അടുത്തത് നമ്മുടെ ജോയിയുടെ ഭാര്യയുടെ മദർ കുട്ടാട്ടലമാണെന്ന് ഞാൻ ഇൻട്രാക്ഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ജോയിക്കും ജോയിയുടെ മദറിനും ആ കുട്ടികൾക്കും ഒരുപാട് അവരെ കുറിച്ച് പറയുവാൻ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നില് അത് അസത്യമായ കാര്യങ്ങൾ പറയുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ തീർച്ചയായും എല്ലാ കേരളത്തിൽ നിന്ന് വന്ന ഇന്ത്യയിൽ നിന്ന് വന്ന മാതാപിതാക്കളെ പോലെ തന്നെ ആ കുടുംബത്തെയും സംരക്ഷിക്കുവാനും നല്ലത് പറഞ്ഞു കൊടുക്കുവാനുമാണ് അവിടെ ചെയ്യുന്നത്. ചേച്ചിയെ കൂടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുവാണ്. ഈ ഉപകാരം നൽകുന്നതിലേക്ക് വേണ്ടി ജ്ഞാനായ അസോസിയേഷൻ സെക്രട്ടറി പ്രിൻസന്റെ പുള്ളിയെ ഞാൻ ക്ഷണിക്കുകയാണ്. അമ്മ വാ ചെല്ല, അമ്മയെ വിളിച്ച ലീനയുടെ അമ്മ കേട്ടോ.